ഹായ്, നമസ്കാരം. രത്നം വിശാൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയിട്ടുള്ള തിയേറ്റർ റിലീസായ ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ ഇത് ഡയറക്റ്റ്ലി OTT റിലീസ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ കൂടെ. ഇപ്പോഴാണ് ഈ ഒരു സിനിമ കണ്ടതും. തീർച്ചയായും കാണാൻ പോകുന്നു കരുതിയിരുന്ന സിനിമയാണ്. പക്ഷേ കാണാൻ പോകാൻ സാഹചര്യം ഒത്തില്ലാത്തത് കൊണ്ടാണ് കാണാൻ പോകാനത്. ഹരി ഡയറക്റ്റ് ചെയ്ത് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴന്മാർക്ക്, നമുക്ക് അത്തരത്തിലുള്ള സിനിമകൾ കൂടുതലും പ്രതീക്ഷ വരത്തില്ല. കാരണം നമുക്കറിയാം എങ്ങനെ ഈ പാറ്റേൺ ഈ സിനിമ പോകുന്നതെന്നൊക്കെ നമുക്കറിയാമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരു മാറ്റമില്ലാത്ത രീതിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത് പ്രിയ ഭവാനി ശങ്കർ, അതുപോലെ തന്നെ സമുദ്രകനി വന്നിട്ടുണ്ട്, യോഗി ബാബു വന്നിട്ടുണ്ട്, പിന്നെ മുരളി ശർമ്മ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് നമ്മൾ കണ്ട് ശീലിച്ച ക്യാരക്ടേഴ്സുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയതായിട്ട് ആരുമില്ല. ഒരു ബേസിക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ചിത്രത്തിനകത്ത് ഒരു മോഷണം നടക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് കാണിക്കുന്ന പറഞ്ഞൊരു മോഷണത്തിൽ ആളുകളെ ക്രൂരമായി കൊക്കയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം വണ്ടിയോടെ തള്ളിയിട്ട് അങ്ങ് കൊല്ലുവാണ്. കൊന്നതിന് ശേഷം അവരുടെ കഴുത്തിൽ നിന്നൊക്കെ ഭയങ്കര വയലൻസ് ആയിട്ട് ആ രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മുറിച്ചു മാറ്റി കഴുത്തിലുള്ള ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ അതിനെ ബേസ് ചെയ്ത് മറ്റൊരു രീതിയിൽ കൂടെ കഥ പറഞ്ഞൊക്കെ പോകുന്നുണ്ട് രത്നം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ പൊളിയാണ്. സ്ലോ ബേസിലും സ്പീഡിങ്ങിലും ഒക്കെ ഉണ്ട്. ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലോ ബേസിലായിട്ട് കഥ പറയുമ്പോഴൊക്കെ വലിയ സ്ലോയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. എന്നാലും സ്പീഡിൽ കഥ പറയും. സ്ലോ ബേസിൽ ക്യാമറ ഇങ്ങനെ പോകുന്ന കാണാൻ രസമാണ്. അപ്പോൾ അത്തരത്തിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. യോഗി ബാബുവിൻ്റെ കോമഡി ഒന്നും വലിയ വർക്ക് ആയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സ്ഥിരം കണ്ടുവരുന്ന ക്ലീശ സംഭവം. സ്റ്റോറിയും അത് തന്നെ ക്ലീശ സാധനം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പടം ഇങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് ഒരു മാറ്റവും ഇല്ലല്ലോ ഇത്. പ്രത്യേകിച്ച് ഒരു മാറ്റവും സിനിമയ്ക്കില്ല. ചുമ്മാ 2.5 മണിക്കൂർ ഇങ്ങനെ ഏതാണ്ടൊക്കെ കൊണ്ട് ഇങ്ങനെ കാണിച്ച് വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. നമ്മൾ കണ്ട കഥ. പാട്ടാണെങ്കിൽ എൻ്റെ പൊന്നളിയ പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വൃത്തിയേട്ട പാട്ടുകൾ. കണ്ട് ശീലിച്ച സാധനം അതേപടി എടുത്തു വെച്ചിട്ടുണ്ട്. ചുമ്മാ അതല്ല ഇത് തിയേറ്ററുകളിൽ അധികം റണ്ണാവാതിരുന്നത്. ആ കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ വിശാലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അദ്ദേഹത്തിനെ കൊണ്ട് വയ്യ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാർക്ക് ആൻ്റണി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സിനിമ. മാർക്ക് ആൻ്റണി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന് ശേഷമാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നു. പിന്നീട് ബ്രേക്കൊക്കെ ചെയ്യാൻ ശേഷം ആദ്യം ചെയ്യുവാണ്. ആക്ടിങ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും വിശാൽ നമുക്കറിയാമല്ലോ, എങ്ങനെ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഒരു പുതുമയൊന്നും കൊണ്ടുവരാൻ സംവിധായകനായിരിക്കും സാധിച്ചിട്ടില്ലതാണ് ഏറ്റവും വലിയ സത്യം. വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ വെറുതെ അടിച്ച് ചുമ്മാതെ ഒന്ന് കണ്ടുപോകാം. വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ബോറടിച്ച് നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കണ്ടുപോകാവുന്നേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് നായിക. ഒരു ശോകം നായിക. ഒരു നായിക ഇങ്ങനെ നമ്മളറിയാമല്ലോ, സാധാരണ പഴയ സംഭവമാണ്. നായിക കയറി വരുന്നു, നായകനുമായിട്ട് പ്രണയത്തിലാവുന്നു, പിന്നെ അവർ തമ്മിലുള്ള ഒരു സംഭവം വലിയ സ്റ്റോറിയുമായിട്ടൊക്കെ വരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാന്നേ ഉള്ളൂ. വിശാലിൻ്റെ ഒത്തിരി നാളുകളായി ഒരു പടം കണ്ടിട്ട്. അപ്പം അങ്ങനെ ഇരുന്ന് കണ്ടതാണ്. അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവങ്ങളോ അതോ ഇതോ മറ്റോ ഒന്നുമില്ല. നിങ്ങൾ കാണത്തക്ക ഒരു സാധനവും രത്നത്തിൽ പുതുമയായിട്ട് തോന്നിയിട്ടില്ല. ക്യാമറ എനിക്കിഷ്ടപ്പെട്ടത് ആ ഫൈറ്റ് സീൻ മാത്രമാണ്. ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്. ഫസ്റ്റ് സീൻസിലൊക്കെ സൂപ്പർ ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറിക്കൊന്നും വലിയ പ്രാധാന്യമില്ല, വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.